ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പൊട്ടാഷ്യം നൈട്രേറ്റ് അപ്പോൾ ഒരുപാട് വളങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ ആകാംക്ഷ ഉണ്ടാവും. എന്താണ് SOP, MKP, എന്താണ് NOP? അപ്പോൾ ഒരുപാട് കൺഫ്യൂഷനാണ് ആളുകൾക്ക്. അപ്പം MKPയും SOPയും ഏകദേശമൊക്കെ ഞാൻ വിവരിച്ച് തന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ പറഞ്ഞു തന്നു, എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത് NOP ആണ്. അതുതന്നെ നമ്മുടെ പൊട്ടാഷ്യം നൈട്രേറ്റ്. അതിൻ്റെ ഉപയോഗം സംഭവം ഇതാണ്. ഇങ്ങനെയാണ് അത് വരിക. പൊട്ടാഷ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെയാണ് വരിക. നൈട്രജൻ 13%, ഫോസ്ഫറസ് ഇല്ല, പൊട്ടാഷ് 45%. അപ്പോൾ ഇതിനെയാണ് നമ്മൾ NOP എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴും ഏതിനൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇപ്പോൾ 2 ടൈം നമ്മൾ MKP കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയ വളം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ പൂവിട്ടിട്ടുണ്ട്, എന്നാലും എല്ലാം പൂവിട്ടിട്ടില്ല. അപ്പോൾ ഈ പൂവിടാത്ത ചെടികളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവരെ കനോപ്പി, അവർക്കൊരു ഗ്രോത്ത് നമ്മൾ ഒരു മാസം മുന്നേ ഗ്രോത്ത് നിർത്തി, നൈട്രജൻ നമ്മൾ നിർത്തി. അപ്പോൾ അതിന് ശേഷം ചെടികൾക്ക് നമ്മളൊരു പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പൂടികളെ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് ബൂസ്റ്ററിങ് നിർത്തിയിട്ടുണ്ട്, ചെടിയുടെ ബൂസ്റ്റർ നിർത്തി. ഇനി നമുക്ക് അങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് തോന്നുകയാണ് ആ ചെടിക്ക് ഒരു ആരോഗ്യക്കുറവുണ്ട് എന്ന് തോന്നുന്ന ചെടികൾക്ക് മാത്രമാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. നൈട്രജൻ അടങ്ങിയ ഒരു ചെറിയ ശതമാനം, ഒരു 13% നൈട്രജൻ അടങ്ങിയ വളമാണ്, ബാക്കി പൊട്ടാഷാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു കൊടുക്കാൻ പാടില്ലാത്ത ചെടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കനോപ്പിയുള്ള ചെടികൾ. ഇപ്പോൾ ഇതേപോലെ ഭയങ്കരമായിട്ട് ഹെൽത്തി പ്ലാന്റുകൾക്ക് നമ്മളത് കൊടുക്കരുത്. അത് കൊടുത്താൽ വീണ്ടും ചെടികൾ വീണ്ടും ഗ്രോത്തിലേക്ക് മാറും. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിംഗ് ആണ്, ഫ്ലവർ ഡ്രോപ്പിംഗ്. നമ്മളിത് ഇനി കൊടുക്കേണ്ട ടൈം പറയാം, എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോൾ MKP കൊടുത്ത് 2 ടൈം കൊടുത്ത്. ഇനി നമുക്ക് പൂവിടാൻ്റെ ഒരു ഏകദേശം നമ്മൾക്കൊരു കണക്കൂട്ടലുണ്ടാവുമല്ലോ. ജനുവരീൻ്റെ മുന്നേ ഡിസംബറോട് ലാസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളെ ചെടികൾക്ക് ഫ്ലവർ ഇടുക. ആ ഒരു ടൈമിലാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പം ഈ 2 ടൈം MKP കൊടുത്ത് കഴിഞ്ഞവർക്കൊക്കെ ഒരു 1-2 ടൈം വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഏത് നമ്മുടെ നൈട്രജൻ അടങ്ങിയ പൊട്ടാഷ്യം. അപ്പം അത് കൊടുക്കുന്നത് അതിൻ്റെ സ്പ്രേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം എത്ര. അപ്പോൾ അതിൻ്റെ ഡോസേജ് ഇനി പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് മറ്റുള്ള പോലെ തന്നെ 5 to 7 ഗ്രാം പെർ ലിറ്റർ. അപ്പോൾ ചെടീൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് വലിയൊരു ചെടിക്ക് മാക്സിമം ഒരു 3 ലിറ്റർ ഞാൻ ഏകദേശം കണക്കാക്കിയിട്ട്, ഇത് ചെറിയ ചെടിയാണെങ്കിൽ 2 ലിറ്റർ വെള്ളം, ഏറ്റവും വലിയ ചെടികളൊക്കെ ആണെങ്കിൽ 10 ലിറ്റർ വെള്ളം വരെയൊക്കെ ഉപയോഗിക്കേണ്ട ചെടികൾ ഓരോരുത്തരുണ്ടാവും. അപ്പം ആവശ്യമുള്ളവർക്ക് അവരാരുടെ ചെടിക്ക് അനുസരിച്ചിട്ട് അതിനുള്ള വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാം. മാക്സിമം ഒരു ചെടിക്ക് ഒരു 3 ലിറ്റർ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ധാരാളം. അപ്പോൾ ഒരു ചെടിക്ക് 15 ഗ്രാം നമ്മൾ കിട്ടും, ഒരു ചെടിക്ക് 15 ഗ്രാം കിട്ടും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ ഡ്രോപ്പിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ പൊട്ടാഷ്യം അറിയാമല്ലോ, ഫ്രൂട്ട് സെറ്റിങ്, ഫ്രൂട്ടിൻ്റെ മധുരമുള്ള ചെടികൾ, ഫ്രൂട്ടിനാണെങ്കിൽ കൂടുതൽ മധുരം കിട്ടുക, പുളിയുള്ളതിനാണെങ്കിൽ കൂടുതൽ പുളി കിട്ടുക. അതിൻ്റെ സ്വാഭാവിക ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ പൊട്ടാഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റാണ് നമുക്ക് കിട്ടാനുള്ളത്. അതിൻ്റെ കൂടെ നൈട്രജൻ കൂടെ ചേരുമ്പോൾ ഫ്ലവർ ഡ്രോപ്പിംഗ്, അതിൻ്റെ ഒരു ആരോഗ്യം കിട്ടും. അതുകൊണ്ട് അതിൻ്റെ ഫ്ലവർ ഡ്രോപ്പിംഗ് ഒരു 75-80% വരെ നമുക്ക് കുറക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ആളുകളുടെ പരാതിയാണ് ഇത് കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത്. പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചെടികളുടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇട്ടതൊക്കെ ഏകദേശമൊക്കെ അത് കണ്ണിമാങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് നാംഡോക്കാണ്. അപ്പോൾ ഇത് കണ്ണിമാങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എല്ലാ ചെടികളിലും ഫ്ലവർ വന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. കാരണം ആ ചെടിക്ക് ഒരു ആരോഗ്യം, ഇപ്പോൾ ഇതൊക്കെ പുതിയ വന്ന ചെടികൾക്കാണ്. പിന്നെ അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ ചെടികൾക്ക് പുതുതായിട്ട് പ്ലാന്റ് ചെയ്ത
ചെടികൾക്ക് ഒരിക്കലും നമ്മളിത് കൊടുക്കരുത്. അത് കാരണം ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ആയിട്ടുണ്ടാവില്ല. മിനിമം മണ്ണിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ ഒരു 3 വർഷമൊക്കെ പഴങ്ങിയ ചെടികൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. പുതിയ ചെടികൾക്ക് അടിച്ചാൽ ഇല കരിഞ്ഞു പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വേരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരുപ്പറപ്പിച്ച, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഇരുത്തറച്ച ചെടികൾക്ക് വേണം നമ്മൾ ഈ നൈട്രജൻ അടങ്ങിയ പൊട്ടാഷ്യം കൊടുക്കാൻ, അല്ലെങ്കിൽ ഇലയൊക്കെ കരിഞ്ഞു പോകും. ഒരുവിധം എല്ലാ വളങ്ങളും ഈ രാസവളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുത്തുറച്ച ചെടികൾക്ക്, മീൻസ് അത് വെച്ചിട്ട് 2-3 വർഷമൊക്കെ ആയ, 2 വർഷത്തിൻ്റെ മുകളിലായ ചെടികൾക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം എന്താണ് ഈ പൊട്ടാഷ്യം നൈട്രേറ്റ് ഇതെപ്പോൾ കൊടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിലായി. പിന്നെ വീണ്ടും കുറേ ആളുകൾ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിരുന്നു SOP എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. വീണ്ടും കൺഫ്യൂഷനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആ സാധനം ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടി വെച്ചോളൂ. കാരണം ഞാൻ അന്ന് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. SOP നിങ്ങൾ ഇപ്പം പെട്ടിയിൽ വെച്ച് പൂട്ടി വെച്ചോളൂ. അത് മാങ്ങൊക്കെ ആയതിൻ്റെ ശേഷം മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ MKP ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റിൽ MKP ഒക്കെ കൊടുത്ത് 2 പ്രാവശ്യമൊക്കെ കൊടുത്ത് കഴിഞ്ഞ ചെടികൾക്ക്, ആരോഗ്യം പോരാ എന്ന് തോന്നുന്ന ചെടികൾക്ക് വീണ്ടും നമ്മൾ പൊട്ടാഷ്യം നൈട്രേറ്റ് കൊടുക്കുക, NOP കൊടുക്കുക. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ജസ്റ്റ് ഞാൻ നമ്മളെ കുറച്ച് പ്ലാന്റുകളും അതിൻ്റെ സ്പ്രേ ഞാൻ ഉപയോഗിക്കുന്ന രീതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ ഏകദേശം 100 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 200ൻ്റെ ഡ്രമ്മിൻ്റെ അരഭാഗമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 500 ഗ്രാം, ഒരു 5 ഗ്രാം പെർ ലിറ്റർ എന്നുള്ള കണക്കിലാണ്. അപ്പോൾ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒരു വലിയൊരു ചെടിക്ക് മാക്സിമം നമുക്കൊരു 3 ലിറ്ററെങ്കിലും വെള്ളം വേണം. ആ ഒരു ഇതിലാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ ഈ ഒരു ചെടിക്കൊക്കെ ഒരു 3 ലിറ്റർ വെള്ളം വേണം. ഇതിൻ്റെ വലിയ ചെടിക്കാണെങ്കിൽ ഒരു 4 ലിറ്റർ കൊടുക്കുക. അപ്പോൾ 4 ലിറ്റർ മീൻസ് ഒരു 20 ഗ്രാം, 3 ലിറ്റർ 15 ഗ്രാം. അപ്പോൾ നമ്മൾ ചെടീൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടി കുറക്കൊക്കെ ഇത് ചെയ്യണം. അപ്പോൾ സ്പ്രെയർ ഇല്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലക്കിയിട്ട് അടിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. സ്പ്രെയർ ഉള്ളവർ മാക്സിമം ഇലയിൽ തന്നെ കൊടുക്കാൻ നോക്കുക, കാരണം ഇത് ഫോളിയാറാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പുതിയ വന്ന കുറച്ച് പ്ലാന്റുകളെ കാണിക്കാം. ഞാൻ ഷോർട്ട് ഇട്ടിരുന്നു. ഇത് നാംഡോക്കുമായിൻ്റെ മീഡിയം പ്ലാന്റും ഹെവി പ്ലാന്റുകളുമാണ്. അതേപോലെ തന്നെ R2E2ൻ്റെ 2 ഐറ്റം പ്ലാന്റുകളുണ്ട്. ഒരു മീഡിയം ഹെവി പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ കൊട്ടൂർ കോണത്തിൻ്റെ വലിയ പ്ലാന്റുകളാണ്. പൂത്തതും പൂക്കാനായതും പൂത്തുകൊണ്ടിരിക്കുന്നതും ചെറിയ ഉണ്ണിമാങ്ങ പിടിച്ചതും അങ്ങനെയുള്ള വലിയ വലിയ പ്ലാന്റുകളാണ്, ചെറുതല്ല. ഒക്കെ 30ൻ്റെ സൈസുള്ള കവറുകളുള്ള ഹെവി പ്ലാന്റുകളാണ്. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഹെവി പ്ലാന്റിൻ്റെ പുതിയ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജൈൻ്റ് ഐവറി, ക്യൂസാംബ്രാഡ്, R2E2ൻ്റെ ബനാന മാംഗോൻ്റെ ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ്. ജസ്റ്റ് അറൈവൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു 2 ദിവസം മുന്നേ. അതേപോലെ തന്നെ ഇതൊക്കെ നാംഡോക്കിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ഡ്രമ്മിലല്ല, ബാഗിലുള്ളത്. ഡ്രമ്മിലുള്ള പ്ലാന്റുകൾ വേറെ ഉണ്ട്. ഇതൊക്കെ ജംബോ പ്ലാന്റുകളാണ്. ഒക്കെ നാംഡോക്കിൻ്റെ ഒക്കെ 10 അടി 12 അടിയൊക്കെ ഹൈറ്റുള്ള ജംബോ പ്ലാന്റുകളാണ്. അപ്പം ഇന്നത്തെ പൊട്ടാഷ്യം നൈട്രേറ്റ് എന്ന വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ഫ്ലവറുകൾ തിക്കി നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചെടികൾ നിങ്ങൾക്കും നിങ്ങളുടെ നമ്മളെ വീഡിയോ കാണുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാവണം. അതിനുള്ള പ്രയത്നത്തിലാണ് ഞാനും നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. ലൈക്ക് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഒരു പ്രോത്സാഹനമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ പിന്നെ ചെയ്യാനുള്ള ഒരു ഉണർവുണ്ട്. നല്ല ആരോഗ്യത്തിലുള്ള ചെടികൾ വെക്കുക. പിന്നെ രാസാണോ മറ്റേതാണോ മറിച്ചതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോകൾ നമ്മൾ എന്തിനാണ് കൃഷി ചെയ്യുന്നത്, രാസവളം കൊടുക്കുകയാണെങ്കിൽ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ പോരെ, മറ്റോടത്ത് വാങ്ങിയ പോരെ എന്നൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ കാണാറുണ്ട്. ഈ വ്യക്തികൾ രോഗം വന്നാൽ നേരെ പോകുന്ന അലോപ്പതി ഹോസ്പിറ്റലിലേക്കാണ്.
അവിടെ പോയിട്ട് അലോപ്പതി മരുന്നല്ല, രാസമരുന്നുകളല്ല എല്ലാവരും കഴിക്കുന്നത്. രോഗത്തിന് ചികിത്സിക്കുക, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെന്താണ്, നമുക്കൊരു ആരോഗ്യം കുറഞ്ഞാൽ എന്താണ് അയണിൻ്റെ ടാബ്ലറ്റ്സ് എഴുതും ഡോക്ടർമാർ, അല്ലെങ്കിൽ വൈറ്റമിൻ B2 അല്ലെങ്കിൽ B3 എന്നൊക്കെ പറഞ്ഞിട്ട് ടാബ്ലറ്റ്സ് നമുക്ക് തരണം. എന്തുകൊണ്ടാണ്? നമ്മളെ ആരോഗ്യക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ ചെടികളുടെ ആരോഗ്യക്കുറവ് പരിഹരിക്കാനുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് രാസാണ്, അത് ഏത് ഫോർമാറ്റ് കൊടുത്താലും ചെടികൾ ആ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ആ ഒരു റേഷ്യോയിലാണത് സ്വീകരിക്കുന്നത്. കൊടുക്കുന്ന മെത്തേഡുകൾ പലതാണെങ്കിലും ചെടികൾ സ്വീകരിക്കുന്നത് ഈ രാസ ഫോർമാറ്റിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാഷ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ വെറുതെ കൺഫ്യൂഷനായിട്ട് നിൽക്കണ്ട. പിന്നെ നമുക്ക് ശരീരത്തിന് ആരോഗ്യത്തിനൊക്കെ കേടുള്ള സാധനങ്ങളുണ്ട്, മരുന്നുകൾ. വളവും മരുന്നും രണ്ടാണ്. മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പറഞ്ഞ ഒരു 3 നേരം ഓരോ ഗുളിക പാരസിറ്റമോൾ 500 കുടിക്കാൻ പറഞ്ഞ ഒരാൾ എടുത്തും കണ്ട ഒരു 5 പാരസിറ്റമോൾ ഒന്നാകെ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതിൻ്റെ ഡോസേജ് പ്രത്യേകം ശ്രദ്ധിക്കുക. 5 ഗ്രാം എന്ന് പറഞ്ഞാൽ 5 ഗ്രാം, 10 ഗ്രാം എന്ന് പറഞ്ഞാൽ 10 ഗ്രാം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാ മരുന്നുകളും ഉപയോഗിക്കാൻ. ഏത് മരുന്നും അതിൻ്റെ ഡോസിൽ പിന്നെ എന്താ പറയുക, ഓവറായിട്ട് കഴിച്ചാൽ ചെടികൾക്കാണെങ്കിലും ദോഷമാണ്. ഇല ബേണിങ്ങും ആൾ മരിക്കുന്ന പോലെ തന്നെ ചെടികളും മരിച്ചു പോകും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കേട് വരാതിരിക്കാനുള്ള കുറേ കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു മാങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് കേട് വരാതിരിക്കാനും മാസങ്ങൾ നിൽക്കാനൊക്കെ അതിൻ്റെ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ആളുകൾ അത് രാസാണ്, അത് കൊടുക്കരുത്, ഇത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ചെടികളുടെ ആരോഗ്യത്തിനും അവർക്ക് രോഗങ്ങൾക്കും ചികിത്സ കൊടുത്തേ മതിയാവും. പണ്ടത്തെ പോലെ ഒന്നല്ല, ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതൊക്കെ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തന്നെ ആരോടും ഞാനൊരു വാദപ്രതിവാദത്തിനൊന്നുമില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് മാത്രം. നമ്മൾ ഒരു ഫ്രൂട്ട്സ് പൊട്ടിച്ചിട്ട് അത് കേട് വരാതെ മാസങ്ങളോളം ഇരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതും ഒരു ചെടിക്ക് ഒരു ഫംഗസ് വന്നാൽ മരുന്നടിക്കുന്നതും രണ്ടാണ്. അത് വിവേകമുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ്, തിരൂർ.